ഇന്ന് നമുക്ക് ഭാരതപ്പുഴയെക്കുറിച്ചും പമ്പാ നദിയെക്കുറിച്ചും പഠിക്കാം. ആദ്യം ഭാരതപ്പുഴയെക്കുറിച്ച് മനസ്സിലാക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ എന്ന് പറയുന്നത്. ഇതിന് 209 കിലോമീറ്റർ നീളമാണുള്ളത്. കേരളത്തിൻ്റെ നൈൽ, പൊന്നാനിപ്പുഴ, നിള എന്നീ പേരുകളിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നുണ്ട്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലയാണ്. ഭാരതപ്പുഴ ചെന്നു പതിക്കുന്നത് അറബിക്കടലിലുമാണ്. പാലക്കാട് ചിറ്റൂരിൽ ശോകനാശിനിപ്പുഴ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ ശോകനാശിനിപ്പുഴ എന്ന് ഭാരതപ്പുഴയെ വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. പ്രാചീന കാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ടിരുന്നത് പേരാർ എന്ന പേരിലാണ്. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ എന്നിവയാണ്. പൊന്നാനിയിൽ വെച്ചാണ് ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്നത്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം എന്ന് പറയുന്നത് പൊന്നാനി തുറമുഖമാണ്. ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ചാണ് മാമാങ്കം നടന്നിരുന്നത്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MD വാസുദേവൻ നായരാണ്. അതുപോലെ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരാണ്. പമ്പ നദിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പാ നദി. ഇതിന് 176 കിലോമീറ്റർ നീളമുണ്ട്. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി, ദക്ഷിണ ഭഗീരഥി എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി കൂടിയാണ് പമ്പാ നദി. ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയാണ് പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം. വെമ്പനാട്ട് കായലിലാണ് പമ്പാ നദി പതിക്കുന്നത്. പ്രാചീനകാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നു. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം കുട്ടനാടാണ്. പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് പെരുന്തേനരുവിയാണ്. ശബരിമല, എടത്തോപ്പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയുടെ തീരത്താണ്. മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നതും പമ്പയുടെ തീരത്താണ്. ശബരി, കക്കാട് എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് പമ്പയിലാണ്. വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡാരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരവും പമ്പയുടേതാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി, ഉത്രാടം തിരുനാൾ വള്ളംകളി